ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആശുപത്രിയിലെത്തി സരയുന്റെ കുഞ്ഞിനെ കാണുന്ന രൂപജല കാര്യങ്ങളൊക്കെ മനുവിനോട് ചോദിക്കുകയാണ്. അല്ല, മോനിനി എന്നാ അമേരിക്കയ്ക്ക് പോകുന്നത്? ഇനിയിപ്പം പെട്ടെന്നൊന്നും നടക്കില്ലല്ലോ, കുഞ്ഞു വാവ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ ആൻറ്റി, എത്രയും പെട്ടെന്ന് പോകണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് എന്ന് മനോഹരം പറയുകയാണ്. മനസ്സിലായടാ, നീ എന്ത് കാര്യമാണ് ചെയ്ത് തീർക്കാൻ പോകുന്നതെന്ന്. ഇവിടെ നിന്നുള്ളതൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? നീ സാധാരണ കുഞ്ഞു പിറക്കുന്നതിന് മുന്നേ പോകുന്നവനാണല്ലോ എന്നൊക്കെ രൂപ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അപ്പോഴത്തേക്കിന് ശാരി പറഞ്ഞു, നീ എന്താ രൂപ ഇതിനു വേണ്ടി ആലോചിക്കുന്നത്? മനുമോൻ പറഞ്ഞതുപോലെ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. കുഞ്ഞ് ജനിച്ചതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് യാത്രകളൊന്നും പാടില്ല. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി പോയാലോ? നീ കുഞ്ഞിനെ കണ്ടില്ലേ രൂപ? കുഞ്ഞ് ശരിക്കും മനുമോനെ പോലെ തന്നെയല്ലേ? അതങ്ങനെ തന്നെ ഏട്ടത്തി വേണ്ടത്. കുഞ്ഞ് മനുവിനെ പോലെ തന്നെയാണെങ്കിലല്ലേ സരയുന് കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പം മനുവിന്റെ ഓർമ്മ വരുള്ളൂ. ഈശ്വരനെല്ലാം അറിഞ്ഞു തന്നെ ചെയ്യുള്ളൂ എന്ന് രൂപ അവിടെ വെച്ച് പറയുമ്പോൾ ശാരിയാണെങ്കിലോ, അതെന്താ രൂപ നീ അങ്ങനെ പറഞ്ഞത്? ഏട്ടത്തി, ഇവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ സരയുവിൻ്റെ കുഞ്ഞ് മനുവിനെ പോലെ തന്നെ ആയിരിക്കണം, ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അയലത്തെ വീട്ടുകാരൊക്കെ ഈ വിശേഷം അറിഞ്ഞായിരുന്നോ രൂപയെന്ന് ശാരി ചോദിക്കുക. അവരറിഞ്ഞല്ലോ, അവർ വന്ന് കുഞ്ഞിനെ കാണുകയൊക്കെ ചെയ്തല്ലോ. അങ്ങനെയല്ലേ ഞാനും അറിഞ്ഞത്. ഏട്ടനെ വെളിയിൽ വെച്ച് കണ്ടു, ഏട്ടൻ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? ഏട്ടൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും കാണിക്കണമെന്നൊക്കെ രൂപ ഇങ്ങനെ പറയുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അയാളുടെ ചില സമയത്തെ പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ദേഷ്യം വരികയാണ്. ഭർത്താവാണെന്ന് പോലും ചില സമയത്ത് എനിക്ക് തോന്നാറില്ല എന്നൊക്കെ ശാരി നമ്മുടെ രാഹുലിനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ രൂപയാണെങ്കിൽ അയാൾ മനുഷ്യനല്ല, അയാളൊരു മനുഷ്യ മൃഗമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ മുതിരില്ലല്ലോ. സ്വന്തം പേരക്കുഞ്ഞിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത ഗുണ്ട. ആ രീതിയിലൊക്കെ രൂപ സംസാരിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങുക കേട്ടോ, മോളെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സരയുനോട് യാത്രയൊക്കെ പറഞ്ഞ് രൂപ അവിടുന്ന് പോവാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശന്റെ ഹൽദി ചടങ്ങുകളൊക്കെയാണ്. പ്രകാശനാണെങ്കിലും താഴത്തുമല്ല ആകാശത്തും അല്ലാത്ത രീതിയിൽ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക. മഹാന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു ആനന്ദം തനിക്കില്ല എന്നുള്ള രീതിയിൽ ആശാൻ വലിയ സന്തോഷത്തിൽ നടക്കുക. ഹൽദി ആയതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മമ്മയും അതുപോലെ തന്നെ കൊച്ചുമോനും ഒക്കെ കൂടി ചേർന്ന് നല്ല ഒന്നാം തരം ഒരു ഡാൻസൊക്കെ അങ്ങ് കാഴ്ചവെക്കുക. പ്രകാശനും അടങ്ങിയൊന്നും ഇരിക്കുന്നില്ല. പ്രകാശൻ ശരിക്കും 10-30 വയസ്സിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. അപ്പം ആൾക്ക് വലിയ മക്കളുണ്ടെന്നും പേരക്കുഞ്ഞ് പിറക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങ് മറന്നുകൊണ്ട് അമ്മയുടെ ഒപ്പം ചേർന്ന് നമ്മുടെ പ്രകാശൻ ഡാൻസുകൾ കളിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കാർത്തികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ കളിയാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുമുണ്ട്. എന്താ നടക്കാത്തൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ചടങ്ങുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങേര് കിടന്ന് തുള്ളട്ടെ. കാർത്തിക നേരെ ഫോൺ എടുത്തിട്ട് അമ്മയ്ക്ക് ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുകയാണ്. ലക്ഷ്മി ഇത് കണ്ടതും, കൊള്ളാലോ മോളെ, പ്രകാശ് നല്ലതുപോലെ അങ്ങ് സന്തോഷിക്കുന്നുണ്ടല്ലോ. അവൻ നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരട്ടെ. അവിടെ വരുന്ന സമയത്ത് അവന് മനസ്സിലാകും ഈ ഞാൻ ആരാണ് എന്നുള്ള കാര്യം. അങ്ങനെ അമ്മയും മോളും കൂടി വേറെ ചില പ്ലാനുകളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം പ്രകാശനാണെങ്കിൽ അമ്മ ഇനിയിപ്പം ഡാൻസും മേളമൊക്കെ കഴിഞ്ഞില്ലേ, ഞാനൊന്ന് പോയിട്ട് എൻ്റെ മഹായെ ഒന്ന് വിളിക്കട്ടെ. ഈ വീഡിയോയും ഫോട്ടോസും ഒക്കെ അവൾക്കൊന്ന് അയച്ചു കൊടുക്കാം, അവളും കണ്ട് സന്തോഷിക്കട്ടെ. നാളെ എന്തായാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആശാൻ വലിയ ത്രില്ലിൽ നിൽക്കുക. അങ്ങനെ ഇവിടെ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ കിരണും കല്യാണിയും കൂടി നാളെയാണ് നിൻ്റെ അച്ഛൻ്റെ കെട്ട്. അറിയാം. എന്തായാലും അയാളുടെ ആ മുഖം, ആ വളിച്ച മുഖം അതൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ലക്ഷ്മി ആൻറ്റിയെ കാണുന്ന ആ സമയത്ത് പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ എനിക്കൊന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോകണ്ടേ കിരണേട്ടാന്ന് ചോദിക്കുക. പോണം. അമ്മ വരുന്നുണ്ടോയെന്ന് നമ്മുടെ ദീപയുടെ അടുത്ത് കിരൺ ചോദിക്കുക. ആ കാഴ്ച കാണാനായിട്ട് ഞാനും ഉണ്ട് പോനെ. എന്തായാലും അയാൾ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അന്ന് ജ്വല്ലറി വന്ന സമയത്ത് പോലും പുള്ളിക്കാരൻ നിലത്തൊന്നും അല്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വാങ്ങിച്ച 15 പവൻ്റെ താലിമാല ആ തള്ളയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കേണ്ടുന്ന അവസ്ഥ വരുമല്ലോ.
എന്തായാലും ആ കാഴ്ചകളൊക്കെ എനിക്ക് നേരെ കാണണം. അവനെ എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചതുപോലെ എനിക്ക് അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് ചിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ദീപയോടെ വലിയ വാശിയിൽ നിൽക്കുക. പിറ്റേ ദിവസം രാവിലെ ആയി. പ്രകാശൻ്റെ മണവാളൻ്റെ വേഷത്തിൽ അങ്ങ് അണിഞ്ഞൊരുങ്ങി നല്ല സൂപ്പറായിട്ട് കുർത്തയൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ മൂങ്ങാ മുത്തശ്ശി, എൻ്റെ പൊന്നുമോനെ പ്രകാശ, എന്ത് ഭംഗിയാടാ നിന്നെ കാണാനായിട്ട്. ദേ ഇപ്പം നീ ശരിക്കും പറഞ്ഞാൽ ഒരു 10-35 വയസ്സ്, അതിനപ്പുറം പറയില്ല കേട്ടോ. എന്തായാലും നിന്റെ കല്യാണം അതാ ദീപയും കല്യാണിയും ഒക്കെ കാണണം. അവരൊക്കെ കണ്ട് അസൂയപ്പെടണം. അതുപോലെയുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതങ്ങനെ തന്നെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. അമ്മ താലി കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് 5 സ്റ്റാർ ഹോട്ടലിലേക്കല്ലേ. അവിടെ പോയി അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു കഴിയുമ്പം പിന്നീട് വൈകുന്നേരം റിസപ്ഷൻ ആകും. അത് നല്ല സൂപ്പറായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരെല്ലാവരും കാണട്ടെ ഈ പ്രകാശൻ പഴയ പ്രകാശനല്ല എന്ന്, പ്രകാശൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം വരികയാണ് എന്നൊക്കെ അങ്ങനെ വലിയ പൊങ്ങച്ചമൊക്കെ പറഞ്ഞു. അമ്മയുടെ ഒക്കെ ഒപ്പം പുള്ളിക്കാരൻ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ അവിടെ വലിയൊരു ട്വിസ്റ്റ് വരികയാണ്. പ്രകാശനെ കാത്ത് ആ രജിസ്റ്റർ ഓഫീസിലുള്ളത് പോലീസുകാരായിരുന്നു. പ്രകാശനാണെങ്കിൽ, എന്താ സാറേ, എന്താ പ്രശ്നം? സാർ എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്? എടോ, തനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എനിക്കെതിരെ പരാതിയോ? എന്ത് പരാതി? സാറേ ചുമ്മാ കളിക്കല്ലേ സാറേ, ഇന്നെൻ്റെ വിവാഹമാണ്. ദേ ഈ നിൽക്കുന്ന കാർത്തിക ഫുഡ്സിൻ്റെ ഓണറായിട്ടുള്ള കാർത്തിക മോളുടെ അമ്മയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. കാർത്തികയാണെങ്കിൽ ഇതൊന്നും അറിയാത്ത രീതിയിൽ വന്നിട്ട്, എന്താ അച്ഛ പ്രശ്നം? എന്താ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അച്ഛ, ഈ വിവാഹത്തിൻ്റെ ദിവസം എന്തെങ്കിലും തടസ്സങ്ങൾ വരുമെന്ന്. അമ്മയ്ക്കും ഒരു തോന്നലുണ്ടായിരുന്നു. എന്താ അച്ഛാ നമ്മളിപ്പോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കുകയാണ്. ആ സമയമാണെങ്കിൽ പ്രകാശം പറഞ്ഞു, മോളെ എന്തെങ്കിലും ചെയ്യ്, ഇവരെന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഇവന്മാരൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് പ്രകാശനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തിയ പ്രകാശൻ ശരിക്കും അങ്ങ് ഞെട്ടി. അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. അപ്പം ഈ ലക്ഷ്മിയാണ് താൻ പ്രേമിക്കുന്ന മഹാലക്ഷ്മി എന്ന് പാവപ്പെട്ടവൻ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആശാൻ ലക്ഷ്മിയെ കണ്ടപാടെ തന്നെ ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ്. ഇവളെന്താ ദൈവമേ ഇവിടെ? അതെ എടോ, ഈ ഇരിക്കുന്ന ലക്ഷ്മി തൻ്റെ മുൻഭാര്യയാണോ എന്ന് ചോദിക്കുകയാണ് പോലീസ്. അപ്പം സാറേ, അതെ സാറേ, അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. സത്യം പറയണ പ്രകാശ, നീ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്? അവരുടെ ആ ഒരു ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രകാശനാണെങ്കിൽ ബബ്ബ അടിക്കുകയാണ്. പ്രകാശൻ അവിടെ നിന്ന് പരുങ്ങുന്നത് കാണുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും അങ്ങ് രസിച്ച് നിൽക്കുക നമ്മുടെ മഹാലക്ഷ്മി. ആ പുള്ളിക്കാരിയാണെങ്കിൽ തനിക്കെതിരെ കംപ്ലൈൻറ്റ് തന്നതെന്നും വിവാഹമോചനം നേടാതെയാണ് ഇവൻ അടുത്ത വിവാഹത്തിലേക്ക് പോയതെന്നും ഇപ്പം മൂന്നാമത് ഒരു കല്യാണത്തിലേക്ക് പോകാൻ പോവുകയാണെന്നും കൂടി ലക്ഷ്മി കൊടുത്ത കംപ്ലൈൻറ്റിലുണ്ട്. ആ കംപ്ലൈൻ്റ് അനുസരിച്ചാണ് പ്രകാശൻ ഇവരൊക്കെ കൂടി ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രകാശൻ പേടിച്ച് വരണ്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. ശരിക്കും ലക്ഷ്മിയെ കടിച്ചു കീറി കൊല്ലാനുള്ള അരിശമൊക്കെ നമ്മുടെ പ്രകാശനുണ്ട്. പ്രകാശൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രകാശനെ രക്ഷിക്കാനായിട്ട് കാർത്തിക അവിടെ അവതരിക്കുകയാണ്. കാർത്തിക പറഞ്ഞതനുസരിച്ച് എന്തായാലും കല്യാണം തൽക്കാലം മാറ്റി വെക്കണം. ഇനിയിപ്പം ഈ ഡിവോഴ്സ് കേസ് കൂടി അതുകൂടി നടത്തിയതിന് ശേഷമേ തൻ്റെ അമ്മയും അതുപോലെ തന്നെ പ്രകാശനും തമ്മിലുള്ള ആ വിവാഹ ജീവിതം അത് മര്യാദ രീതിയിൽ പോകുള്ളൂ. അങ്ങനെ അവരൊരു ഡീലുണ്ടാക്കി നമ്മുടെ പ്രകാശനെ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. പ്രകാശൻ എന്തായാലും കല്യാണം കഴിക്കാം, അതുപോലെ ഈ വയസ്സാം കാലത്ത് കോടീശ്വരനാകാമെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് മനക്കോട്ടയൊക്കെ കെട്ടിയത് അതങ്ങ് തകർന്നടിയാണ്. പ്രകാശൻ്റെ ഈ ജീവിതത്തിലെ ഈ ദുരന്തങ്ങളൊക്കെ കാണുമ്പം ശരിക്ക് നമ്മുടെ മൂങ്ങാമുത്തശ്ശിക്ക് നല്ല വിഷമമായി. ഷെടാ, എന്ത് ചെയ്യാനാ, നമ്മൾ എത്രമാത്രം സന്തോഷിച്ചതാ മോനെ, എന്നിട്ട് ഇങ്ങനെയാണല്ലോടാ സംഭവിച്ചു പോയത്, ഇനി എന്തു ചെയ്യും നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ച് നിൽക്കുന്ന മൂങ്ങയെയും ഇവർക്കൊക്കെ നല്ല ഇടിപെട്ട് പണി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ലക്ഷ്മിയമ്മയെയും അതുപോലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് പ്രകാശനെ നോക്കി പുച്ഛിച്ച് ചിരിക്കുന്ന കല്യാണിയും കിരണിയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് പ്രമോ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്രയും കാലവും പ്രകാശൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന, മറ്റെല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ രഹസ്യം ലക്ഷ്മിയിലൂടെ നാട്ടിൽ പാട്ടാകുകയാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം. എല്ലാ ദിവസവും വിശേഷങ്ങൾ ഇടുന്നതായിരിക്കും. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.